റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരം ഈ ഡിസംബറിൽ വരാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, VFA അഥവാ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. എല്ലാവർക്കും നമസ്കാരം, ഇന്ത്യയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ജോലി ലഭിക്കുന്നതാണ് അല്ലെ. അപ്പൊ ലാൻഡ് റവന്യൂ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ചുമതല. അപ്പൊ റവന്യൂ മാത്രമാണോ, റവന്യൂ കളക്ഷൻ മാത്രമാണോ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? അല്ല, ഒരുപാട് ഡ്യൂട്ടീസ് വേറെയും നമ്മളിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓഫീസിലെ ക്ലറിക്കൽ ജോലികൾക്കൊപ്പം ഒരു ഫീൽഡ് വർക്കും കൂടി, അതായത് ഫുൾ ടൈം ഓഫീസിൽ 10 to 5 ഓഫീസിൽ തന്നെ ഇരിക്കാനായിട്ട് താല്പര്യമില്ലാത്ത ആളുകൾ, കുറച്ചു നേരം ഓഫീസിൽ, കുറച്ചു നേരം അതുപോലെ ഫീൽഡ് വർക്ക്, ഇങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കൾച്ചർ, വർക്കിംഗ് എൻവയോൺമെന്റ് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് സാലറിയിലുള്ള വേരിയേഷൻ. ഇപ്പോൾ നമുക്കറിയാം, ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം LDC, LGS പോലുള്ള പോസ്റ്റുകളൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും? LDCയിൽ ഫോക്കസ് ചെയ്യും അല്ലെ. LDCയിൽ ഫോക്കസ് ചെയ്യുന്ന അതിന്റെ സാലറി സ്കെയില് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ടായിരിക്കും, VFA ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും. അപ്പൊ VFA ആയിട്ട് LDയെ കമ്പയർ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ചില ആളുകൾക്ക് വില്ലേജിൽ, അതായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാൻ വളരെ താല്പര്യമുള്ളവരുണ്ടാകും. ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ LD ആയിട്ടാണ് അല്ലെങ്കിൽ LD ക്ലർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, LD എന്ന് പറയുമ്പോൾ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അതിൽ നമ്മുടെ ടേൺ അനുസരിച്ച് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കിട്ടുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ എന്താ ഗുണം? നമുക്കറിയാം, നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പ്ലേസ്ഡ് ആവാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വന്നത്, എത്ര പേർക്ക്? കുറെ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് VFA എഴുതി കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോലും അഡ്വൈസ് വരത്തില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, നെഗറ്റീവ്സ് കുറെ പേര് പറയുന്നുണ്ട്. അതിപ്പോ ഏത് ജോലിയാണെങ്കിലും നെഗറ്റീവ്സ് പറയാനായിട്ട് കുറെ പേരുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എത്ര പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഏറ്റവും ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2021 അത് 2021 ശേഷം ഇതുവരെ വേറെ നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം 2024 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. SC ST കാറ്റഗറിക്കാർക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വന്നിരുന്നു. അതനുസരിച്ച് എക്സാം ഒക്കെ ഒറ്റത്തവണയായിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒറ്റ വേക്കൻസിക്ക് വേണ്ടി മാത്രം നടത്തിയ ഒരു എക്സാം ആയിരുന്നു അത്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. 2024 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് VFA കൂടെ വന്നിരുന്നു എന്നുള്ളത് അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. സോ ഒരു ജനറൽ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വരുന്നത് 2021 അതനുസരിച്ച് തൊട്ടടുത്ത വർഷങ്ങളിലായിട്ട് പരീക്ഷ നടത്തി 2 ഘട്ട പരീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, 2 ഘട്ട പരീക്ഷ നടത്തി. അതനുസരിച്ച് 2023-24 വർഷങ്ങളിലായി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഇപ്പൊ ആദ്യമായിട്ട് PSCയിൽ കടന്നു വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കും, അതെന്താ റാങ്ക് ലിസ്റ്റ് 2 വർഷമായിട്ട് പബ്ലിഷ് ചെയ്തേന്ന്? ആദ്യം മനസ്സിലാക്കുക, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു ജില്ലാതല പരീക്ഷയാണ്, ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നടത്തുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റ് വന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. 23-ലും 24-ലുമായിട്ടാണ്. 23-ന്റെ അവസാനം ഒരു നവംബർ ഡിസംബർ മാസങ്ങള്, അതുപോലെ 24 ജനുവരി ഫെബ്രുവരി, ഈ ഒരു സമയത്താണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് പല ജില്ലകളിലും പബ്ലിഷ് ആയിട്ടുള്ളത്. അപ്പോ നമുക്ക് എന്താ, എനിക്ക് ചില ആളുകൾ വിചാരിക്കും, എനിക്ക് ദൂരത്തേക്കെങ്ങും പോയിട്ട് ജോലി ചെയ്യാൻ വയ്യ, നാളെ ഇനിയിപ്പോ നമുക്ക് ഏതെങ്കിലും ട്രാൻസ്ഫർ വന്നാലും എന്റെ ജില്ലയ്ക്കുള്ളിൽ തന്നെ മതി, എനിക്ക് വീട്, നാട് അല്ലെങ്കിൽ വീട്ടിലുള്ളവര് ഇവരെ ആരെയും വിട്ട് ദൂരത്തെങ്ങും നിൽക്കാൻ താല്പര്യമില്ല, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു ഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴും നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ജോലിയാണ്. വില്ലേജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും നമുക്ക് ജോലി ലഭിക്കുന്നത് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ജില്ലാതല പരീക്ഷയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ, നമ്മൾ ജോലി ചെയ്യുന്ന എന്തിനാ? നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, ശമ്പളം കിട്ടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 17,000 രൂപ മുതൽ 37,500 രൂപ വരെയാണ്. പക്ഷെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നെറ്റ് ചുളിക്കും അല്ലെ. ഈ 17,000 രൂപ ബേസിക് പേയ്ക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ 2 ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നത്? ഇങ്ങനെയുള്ള കുറെ തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വരും. പക്ഷെ മനസ്സിലാക്കുക, ഇത്
പഴയ ശമ്പള കണക്ക് അല്ലെങ്കിൽ പഴയ സ്കെയിൽ ഓഫ് പേ ആണ്, പഴയ ശമ്പള കമ്മീഷൻ വെച്ചിട്ടുള്ളതാണ് ഈ 17,000 രൂപ എന്ന് പറയുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് നിലവിൽ, അതായത് ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ മുതൽ LD ക്ലർക്കിന്റെ സാലറിയിലേക്ക് അതിനെ ഉയർത്തിയിട്ടുണ്ട്. സോ പുതിയ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 23,700 രൂപ മുതൽ 53,600 രൂപ വരെയാണ്. സോ നമ്മൾ ഡിസംബറിൽ എക്സ്പെക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷനിൽ വരാൻ പോകുന്നത് ഈ ഒരു സാലറി സ്കെയിൽ ആയിരിക്കും. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി പ്രായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 18-നും 36-നും ഇടയിലുള്ളവർക്കൊക്കെ VFAയുടെ എക്സാം എഴുതാം. ഉയർന്ന പ്രായപരിധിയിൽ ഇപ്പൊ നമ്മൾ OBC ആണെങ്കിൽ നമുക്ക് 3 വർഷത്തെ ഉയർന്ന പ്രായപരിധി, അതായത് ഒരു 39 വയസ്സ് വരെ OBC വിഭാഗക്കാർക്ക് എഴുതാം. ഇനി നിങ്ങൾ SC ST ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയുണ്ട്? ഉയർന്ന പ്രായപരിധി 5 വർഷം ഉണ്ട് അല്ലെ, ഒരു 41 വയസ്സ് വരെ നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അതൊക്കെ യൂഷ്വലി എല്ലാ പരീക്ഷയ്ക്കും ഉള്ളതുപോലെ തന്നെയാണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ് നമുക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ സ്വന്തം ജില്ലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിലോ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. 10ാം ക്ലാസ് ആണ് എന്ത് എന്ന് പറയുന്നത് VFAയുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പോ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ പരീക്ഷ 2021 അല്ലെ നോട്ടിഫിക്കേഷൻ വന്നു, 22-ൽ എക്സാം നടന്നു, 23-ലും 24-ലൊക്കെ ആയിട്ട് ലിസ്റ്റ് വന്നു. എത്ര പേർക്ക് ജോലി കിട്ടി എന്നുള്ളതിനെ അപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എത്ര പേർക്ക് ജോലി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് വന്ന തീയതിയും നാളിതുവരെ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം എത്ര അഡ്വൈസുകൾ PSCയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് PSC വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ വിവരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി പോവാം. തിരുവനന്തപുരം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2024 ഫെബ്രുവരി 22-നാണ്. നാളിതുവരെ 164 അഡ്വൈസസ് തിരുവനന്തപുരം ജില്ലയിൽ പോയിട്ടുണ്ട്. കൊല്ലത്തേക്ക് നോക്കുകയാണെങ്കിൽ 2024 ജാനുവരി 9-നാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. 99 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ആലപ്പുഴയുടെ കേസ് നോക്കുകയാണെങ്കിൽ 2023 നവംബർ 22-ന് റാങ്ക് ലിസ്റ്റ് വരുന്നു, 83 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 2023 ഡിസംബർ 1-ന് റാങ്ക് ലിസ്റ്റ് വരുന്നു, 66 അഡ്വൈസുകൾ. കോട്ടയത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ 2024 ജനുവരി 4-നാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. 105 അഡ്വൈസുകൾ നാളിതുവരെ പോയിട്ടുണ്ട്. എറണാകുളത്താണെങ്കിൽ 174 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. 2023 മെയ്യിലാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടുക്കിയിലെ കേസ് നോക്കുകയാണെങ്കിൽ 2024 ജനുവരി 25-ന് റാങ്ക് ലിസ്റ്റ് വരുന്നു, 55 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഇപ്പൊ ഈ പത്തനംതിട്ട, ഇടുക്കി, വയനാട് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് അഡ്വൈസ് കുറച്ചായിരിക്കും, അഡ്വൈസ് നില കുറവായിരിക്കും എന്നുള്ളത് നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരേക്ക് വരെയാണ്. തൃശ്ശൂര് 198 അഡ്വൈസുകൾ ഇതുവരെ പോയിട്ടുണ്ട്. 2023 ഡിസംബറിലാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. പാലക്കാട് 161 അഡ്വൈസുകളാണ്, മലപ്പുറത്ത് 159 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. കോഴിക്കോട് 98-ഉം വയനാട് 25-ഉം കണ്ണൂര് 149-ഉം കാസർഗോഡ് 63 അഡ്വൈസുകളും പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അഡ്വൈസുകൾ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ 14 ജില്ലകളിലും അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 2025 നവംബർ മാസത്തിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ PSCയുടെ വെബ്സൈറ്റ് എടുത്ത് അഡ്വൈസ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് കേരളത്തിലെ 14 ജില്ലകളിലും അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 2025 നവംബറിൽ തന്നെയാണ്. അപ്പോ ഇതൊരു ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ്, അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട. അഡ്വൈസുകളൊക്കെ പോകുന്നുണ്ട്. നന്നായി പഠിച്ച് നല്ല റാങ്കിൽ എത്തിയാൽ എന്തായാലും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി എന്തൊക്കെയാണ് ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കോ വർക്കേഴ്സ് ആരൊക്കെയാണ്? ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്കൊരു വില്ലേജ് ഓഫീസിലായിരിക്കും ജോലി കിട്ടുന്നത് അല്ലെ. ഒരു ഗ്രാമപ്രദേശത്തിന്റെ എല്ലാ റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഒരു വില്ലേജ് ഓഫീസിലാണ്. സോ വില്ലേജ് ഓഫീസിൽ ആരൊക്കെ ഉണ്ടാകും നമ്മളോടൊപ്പം? ഒരു VO ഉണ്ടായിരിക്കും, അതായത് വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർ ആണ് ഒരു വില്ലേജ് ഓഫീസിന്റെ കാര്യക്കാരൻ എന്ന് പറയുന്ന, മേലധികാരി എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസർ ആയിരിക്കും. ഇനി ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഉണ്ടായിരിക്കും ഒരു വില്ലേജ് ഓഫീസിൽ, അതായത് വില്ലേജ് ഓഫീസറിന്റെ അഭാവത്തിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത്. പിന്നെ ഒരു വില്ലേജ് അസിസ്റ്റന്റ് ഉണ്ടായിരിക്കും. ഈ വില്ലേജ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ LD ക്ലർക്ക് ആണ് കേട്ടോ. വില്ലേജ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ LD ക്ലർക്ക് ആണ്. അതായത് LD ക്ലർക്കിന്റെ പരീക്ഷ എഴുതി
നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ജോലി ലഭിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ LD ക്ലർക്ക് എന്നായിരിക്കില്ല അറിയപ്പെടുന്നത്. പിന്നെയോ നമ്മൾ വില്ലേജ് അസിസ്റ്റന്റ് എന്നായിരിക്കും അറിയപ്പെടുന്നത്. പിന്നെ OA ഓഫീസ് അറ്റൻഡന്റ് ആണ്. ഓഫീസ് അറ്റൻഡൻസ് ഉണ്ടാകും. VFA നമ്മുടെ പോസ്റ്റ് അല്ലെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻസും ഉണ്ടായിരിക്കും. യൂഷ്വലി എല്ലാ വില്ലേജുകളിലും 2 VFAമാരാണ് ഉണ്ടാകാറുള്ളത്. ഒരാൾ മാത്രമുള്ള സ്ഥലവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് ഒഴിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് കയറുന്ന ഒരാള് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ആയിരിക്കില്ല പഠിക്കുന്നത്. LD പോലുള്ള മറ്റു പരീക്ഷകൾക്ക് വേണ്ടിയും പഠിക്കുന്നുണ്ടാവും. സോ കയറുന്ന ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മറ്റേതെങ്കിലും ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ലഭിച്ചു പോവുകയാണെങ്കിൽ ആ വേക്കൻസി പിന്നെ അവിടെ ഫ്രഷ് വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഒരുപാട് തുടരെ ഒഴിവുകൾ വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് VFA എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി എന്താണ് ജോബ് റോള്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഓഫീസിലെ ക്ലറിക്കൽ ജോലികൾ മാത്രമല്ല നമുക്കുള്ളത്, പിന്നെയോ ഫീൽഡിങ്ങും ഉണ്ട്, ഫീൽഡ് വർക്ക് കൂടിയുണ്ട്. അപ്പൊ എന്താണ് ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടികൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഫീൽഡിങ് അല്ലെങ്കിൽ ഫീൽഡ് വർക്കാണ്. അതായത് വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ നമ്മുടെ മേലധികാരി ആരാണോ അവരോടൊപ്പം ആ വില്ലേജിന്റെ പരിധിയിൽ ഉൾപ്പെട്ട പല പ്രദേശങ്ങളിലും പല ആവശ്യങ്ങൾക്കും ഫീൽഡ് വർക്കിനും സർവേക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പോവേണ്ടതായിട്ട് വരും. ഡോക്യുമെന്റേഷന് വേണ്ടി നിൽക്കേണ്ടതായിട്ട് വരും. സോ ഫീൽഡിങ് ഒരു ജോലിയാണ്. നമുക്ക് ഔട്ട്ഡോർ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. 2 ലൊക്കേഷൻ മാപ്പ് അല്ലെങ്കിൽ ലൊക്കേഷൻ സ്കെച്ച്. നമുക്കറിയാലോ, ഈ ലോണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സാധാരണക്കാർ വന്ന് സമീപിക്കും. അവരുടെ വസ്തുവിന്റെ അല്ലെങ്കിൽ അവരുടെ വീട് നിൽക്കുന്ന പുരയിടത്തിന്റെ ലൊക്കേഷൻ സ്കെച്ച് തയ്യാറാക്കി തരണം, ലൊക്കേഷൻ മാപ്പ് തയ്യാറാക്കി തരണം. അത് ആരുടെ ജോലിയാണ്? ഒരു VFAയുടെ ജോലിയാണ് ലൊക്കേഷൻ മാപ്പ് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത്. അടുത്തത് റവന്യൂ കളക്ഷൻ അല്ലെങ്കിൽ ടാക്സിന്റെ കളക്ഷൻ. നമ്മൾ നികുതി അല്ലെ, നമ്മുടെ ഭൂനികുതി, കെട്ടിട നികുതി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അത് വില്ലേജിന്റെ പരിധിയിലും പഞ്ചായത്തിന്റെ പരിധിയിലും ഒരുപോലെ വരുന്ന ഒരു സംഭവമാണ്. സോ റവന്യൂ കളക്ഷനും ഒരു VFAയുടെ ജോലിയാണ്. റവന്യൂ കളക്ട് ചെയ്താൽ മാത്രം പോരാ, റവന്യൂ കളക്ഷനും അതിനെ ട്രഷറിയിലോ താലൂക്ക് ഓഫീസിലോ ഒക്കെ കൊണ്ടുപോയി അത് പേ ചെയ്യുന്നതും ഒക്കെ ആരുടെ ജോലിയാണ്? VFAയുടെ ജോലിയാണ്. ഇനി ബിൽഡിംഗ് അല്ലെങ്കിൽ പ്ലോട്ട് മെഷർമെന്റ്. ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് ഒരു വീട് വെക്കണം. ആ വീട്ടില് നമുക്കറിയാലോ, നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ വീട് പുതിയതായിട്ട് ഒരു കെട്ടിടം പണിയുകയോ ഒരു വീട് വെക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുക്കും. വില്ലേജ് ഓഫീസിൽ നിന്ന് ആള് വന്ന് അളന്ന് തിട്ടപ്പെടുത്തും അല്ലെ, സെറ്റ് ബാക്ക് ഇത്ര വേണം, വശങ്ങളിൽ നിന്ന് ഇത്ര ഭാഗം വേണം, മുൻപിൽ നിന്നും പിറകിൽ നിന്നും ഇത്ര ഭാഗം നീക്കി വേണം ആ ഒരു ബിൽഡിംഗ് കെട്ടാനായിട്ട്, അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഇത്ര മീറ്റർ മാറണം. ഇങ്ങനെയുള്ള കുറെ നിയമവശങ്ങൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ബിൽഡിങ്ങിന്റെയോ പ്ലോട്ടിന്റെയോ ഒക്കെ മെഷർമെന്റ് നടത്താൻ നമ്മുടെ വീടുകളിലേക്ക് വരുന്നതാരാണ്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാരാണ്. നമ്മൾ സാറേ എന്ന് വിളിച്ചിട്ട് അവരോടൊപ്പം നിൽക്കും അല്ലെ. അപ്പൊ അവര് VFAമാരാണെന്ന് ആലോചിക്കുക. പിന്നെ വെരിഫൈയിങ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഡോക്യുമെന്റ്. നമ്മുടെ വീടിന്റെയും അല്ലെങ്കിൽ വസ്തുവിന്റെയും ഒക്കെ ഓണർഷിപ്പ് ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യുന്നതും ഒരു VFA ആണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. നമുക്കിപ്പോൾ വീട് വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെർമിറ്റിന് അല്ലെങ്കിൽ ഏതൊരു ബിൽഡിംഗ് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിറ്റിന് പഞ്ചായത്ത് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ വില്ലേജിലൊക്കെ പോകേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ പോകേണ്ടി വരുമ്പോൾ നമുക്ക് ഇതിന്റെയൊക്കെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വരുന്നത് ആരാണ്? VFAമാരാണ്. അപ്പൊ ഇങ്ങനെ ഫീൽഡിലും അതുപോലെ ക്ലറിക്കലും ഒക്കെ ആയിട്ടുള്ള കുറെ ജോലികളാണ് ഒരു VFA സംബന്ധിച്ചിടത്തോളം നിറവേറ്റാനായിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്ന ഡൗട്ട് ഏതാണെന്ന് ഞാൻ പറയട്ടെ. ഈ ഫീൽഡിങ്ങും അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ സ്കെച്ച് തയ്യാറാക്കുന്നതൊന്നും നമുക്കറിയില്ലല്ലോ, ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ഡ്യൂട്ടികളാണോ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ചുമ്മാ അങ്ങ് ഈ ജോലിക്ക് കൊണ്ടിരുത്തല്ല. ആ ജോലിക്കൊരു ട്രെയിനിങ് ഉണ്ട്. നമ്മൾ സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് ട്രെയിനിങ് ഉണ്ട്. തിരുവനന്തപുരത്ത് നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ഇങ്ങനെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ട്രെയിനിങ് തരുന്ന സ്ഥാപനമുണ്ട്. അവിടെ പോയാൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും, ട്രെയിനിങ് കിട്ടും. അത് ഗവൺമെന്റ് ചെലവിൽ തന്നെ നമ്മൾ സർവീസിൽ പ്രവേശിച്ചതിന് ശേഷം നമ്മളെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകും. ഈ ലൊക്കേഷൻ സ്കെച്ച് തയ്യാറാക്കുന്നതിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾക്കൊക്കെ പ്രോപ്പർ ട്രെയിനിങ് സർവീസിൽ കയറിയതിനു ശേഷം നമുക്ക് കിട്ടും. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത്. സോ അപ്പൊ ഇത്തരത്തില് വളരെ കുറച്ച് പറയുന്നത് പോലെ 2 തരത്തിലുള്ള റോളും, ഫീൽഡ് വർക്കും അതേപോലെ തന്നെ ഓഫീസിലുള്ള ക്ലറിക്കൽ ജോലികളും ഒക്കെ ചെയ്യാനൊക്കെ 2 രീതിയിലും നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു പോസ്റ്റാണ്. അല്ലാത്തവർക്കും നല്ലൊരു പോസ്റ്റാണ്. ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമായിട്ട് കരുതുന്നവർക്കൊക്കെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആണ്. ഒരിക്കലും നിങ്ങളോട് ഞാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രം പഠിക്കൂ, ആ ജോലിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നിനു വേണ്ടിയും പഠിക്കണ്ട എന്ന് പറയില്ല. ഓരോ ജോലികളും നമുക്ക് ഓരോരോ പടികളാണ്. ആദ്യം നമ്മൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷ എഴുതി കയറുന്നു.
പിന്നെ നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്നത് +2 ലെവലുള്ള ഒരു പരീക്ഷ ക്ലിയർ ചെയ്യണമെന്നാ, പിന്നെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ക്ലിയർ ചെയ്യണമെന്നാ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് ഉയർന്നു വരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. സോ PSC പഠിച്ചു തുടങ്ങുന്ന ഒരാളിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം SSLC യോഗ്യതയായിട്ടുള്ള VFA എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഒഴിവുകൾ ഉണ്ടാകും. നല്ല രീതിയിൽ പഠിച്ച് നല്ല റാങ്കിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി സാധ്യത വേഗം തന്നെ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അഡ്വൈസ് ഡീറ്റെയിൽസ് അടക്കം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സ്വന്തം ജില്ലയിലോ മറ്റേതെങ്കിലും ജില്ലയിലോ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാൻ പറ്റും. അപ്പൊ ജോബ് റോൾ എന്താണ്, കൂടെ ജോലി ചെയ്യുന്നത് ആരൊക്കെയാണ്, യോഗ്യത, പ്രായപരിധി, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. ഡിസംബറിൽ VFAയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. സാലറി പഴയ സാലറി അല്ല, പുതിയ സാലറി വരുന്നുണ്ട്. ഇനി ഇൻഫ്ലേഷൻ പോലെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, പണപ്പെരുപ്പമൊക്കെ വരികയാണെങ്കിൽ സാലറി സ്കെയിലൊക്കെ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാകും, ഉയരാനുള്ള സാധ്യതകളുണ്ട്. സോ ഒരു ജോലിയും ഒരവസരവും ചെറുതല്ല എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എൻട്രി ആപ്പിന്റെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാകും. ഞങ്ങൾ അധ്യാപകരെല്ലാം തന്നെ ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. കഴിഞ്ഞ തവണ 2 ഘട്ട പരീക്ഷയായിരുന്നു VFAക്ക് ഉണ്ടായിരുന്നത്. ഇത്തവണയും 2 ഘട്ട പരീക്ഷ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 10ാം തര യോഗ്യതാ പരീക്ഷയാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് BEFCO LD നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. സോ ഇതൊക്കെ ചേർത്തിട്ട് ഒരുമിച്ചായിരിക്കും പരീക്ഷ. 2023-24 കാലഘട്ടത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നതുകൊണ്ട് തന്നെ 27ലും 26ലും ഒക്കെ ആയിട്ട് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ്. സോ തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് പുതിയത് വരേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാണ്. സോ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. എന്തായാലും വരും എന്ന് നമുക്കറിയാം. സമയം തീരെ കളയാതെ പഠിച്ചു തുടങ്ങുക. നന്നായി തന്നെ പഠിക്കുക. SCERT പാഠപുസ്തകങ്ങൾക്കൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇവിടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. സംശയങ്ങളൊക്കെ തീർക്കാൻ ഞാനും ഉണ്ടാകും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്